ഇറാൻ ഉപരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിമാനവാഹിനി കപ്പൽ പ്രതിരോധ മേഖലയിലേക്ക് അയച്ച് അമേരിക്ക. ഇതിനായി USS ജോർജ് വാഷിംഗ്ടൺ എന്ന കപ്പലാണ് പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചത്. ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അറിയിച്ചു. Indefinitely, the United States Navy can maintain a blockade like that because we'll rotate ships in and out as we have and we'll continue to. And it's no other nation on earth, no other Navy on earth has the capability to have a wall of steel like the U.S. Navy and then the willingness to use it as we have. So Iran knows it can't get in and out on this blockade, and they know that there's no timeline on it either. We'll hold it as long as we need to. ഇതിനിടെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ച US വിമാനവാഹിനി കപ്പൽ അബ്രഹാം ലിങ്കണുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണങ്ങളും അമേരിക്ക തള്ളി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാനെ ഉപരോധം പൂട്ടിട്ടിരിക്കുകയാണ് അമേരിക്ക. US പടക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്ന വിമാനവാഹിനി കപ്പലാണ് വീണ്ടും ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നിർണായകമായ ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണ്. എത്ര കാലത്തേക്ക് വേണമെങ്കിലും ഈ ഉപരോധം തുടരാൻ തങ്ങൾക്ക് സാധിക്കുമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഹോർമൂസ് തുറക്കുന്നിടത്തോളം കാലം വരെയും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്ന കാലം വരെയും ഉപരോധം തുടരാനുള്ള നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് അമേരിക്ക എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്നും നമ്മൾ കേട്ട പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരുന്നതോടെ ഇറാനെ സാമ്പത്തികമായി തകർക്കാനാകുമെന്ന ഒരു കൃത്യമായ ബോധ്യം തന്നെയാണുള്ളത്. മാത്രമല്ല, കൃത്യമായ ഒരു നിലപാടും അദ്ദേഹം അറിയിച്ചത് US സെൻട്രൽ കമാൻഡ് പോലുള്ള സംവിധാനങ്ങൾ ഉരുക്കുമതിലിന് സമാനമായ പ്രതിരോധങ്ങളെ തകർക്കാൻ ആർക്കുമാവില്ലെന്ന് ഇറാന് വളരെ നന്നായി അറിയാവുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു നിർണായക പരാമർശം അല്ലെങ്കിൽ നിർണായക വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിശദീകരണങ്ങളിൽ വ്യക്തമാക്കുന്നത് US സെൻട്രൽ കമാൻഡിനെ സംബന്ധിച്ചാണ്. US സെൻട്രൽ കമാൻഡിലെ ജീവനക്കാരെല്ലാം അല്ലെങ്കിൽ സൈനികരെല്ലാം തന്നെ പ്രതിസന്ധികൾ നേരിടുന്നു അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തെറ്റാണെന്ന് വളരെ കൃത്യമായി തന്നെ അറിയിക്കുകയും ഓഗസ്റ്റ് 3 ഒരു നാവികൻ കപ്പലിൽ നിന്ന് വീഴുകയും ആ വീണ നാവികനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നും വിശദീകരിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും അബ്രഹാം ലിങ്കണിലെ സൈനികർ തൃപ്തരാണെന്നും കൃത്യമായി സൈനികരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അവരെ തിരിച്ചു അയക്കുകയും പുതിയ ആൾക്കാരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.